കാട്ടിനകത്ത് മയക്കുവെടി വെക്കരുത് എന്നുണ്ട്. കാട്ടാനയാണ്, കാട്ടിൽ കയറിയാൽ കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ഇത് കൊലയാളി ആനയാണ്. മാത്രമല്ല ഒരു തവണ ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് വിട്ടതാണ്. അതിനുശേഷവും അത് നാട്ടിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയെ ഇനിയും കാട്ടിലേക്ക് സുരക്ഷിതമാക്കി വിടുക എന്നത് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നില്ല. കാട്ടിൽ കയറിയാണെങ്കിലും അതിനെ വെടിവെച്ച് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിക്കുക എന്നതാണ്. മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിച്ചതിന് ശേഷം ഈ ആനയെ എന്താക്കണം? കുങ്കിയാനയാക്കണമെങ്കിൽ അതിന് വേണ്ട കുറേ ക്വാളിറ്റികളുണ്ട്. ശാരീരിക ക്ഷമത, ഉയരം, കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുക. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതിനെ പിടികൂടി ആനപ്പന്തിയിൽ എത്തിക്കുക എന്ന് തന്നെയാണ്. അത് വനത്തിനകത്താണെങ്കിൽ പോലും അത് ചെയ്യാനാണ് ഇപ്പോൾ വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അജി, കാരണം അത്രമേൽ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് മാനന്തവാടി നഗരത്തിൽ നമ്മൾ കാണുന്നത്. കാരണം അത്ര വലിയ പ്രതിഷേധത്തിനൊടുവിൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേരുകയായിരുന്നു. ഏറെ വൈകിയാണ് അത്തരത്തിലൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമങ്ങളിൽ ഏതെങ്കിലും ചെറിയ തോതിൽ അയവ് വരുത്തിയിട്ടാണെങ്കിൽ കൂടിയും ആനയെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുള്ളത്. അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് ഈ ആനയെ കണ്ടെത്തുക എന്നതായിരുന്നു. അതിനുവേണ്ടി ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ഒരു ശ്രമമാണ് ഉണ്ടായത്. ഇന്നലെ ആന ഉണ്ടായിരുന്നത് ഈ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ ഒരു കുന്നിന്റെ മുകളിലായിട്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ ആന നിലയുറപ്പിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും കാര്യം മാറുന്നു. രാവിലെ ആകുമ്പോഴേക്കും ആന അവിടെ നിന്ന് വലിയ ദൂരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ആനയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ കോളർ സിഗ്നലുകൾ ലഭിക്കുന്നത് നമുക്കറിയാം. ഏതാണ്ട് 4-5 മണിക്കൂർ വൈകിയാണ് ഇതിൻ്റെ സിഗ്നലുകൾ ലഭിക്കുന്നത്. അപ്പോഴേക്കും ഈ സിഗ്നലിൽ പറയുന്ന സ്ഥലത്ത് നിന്ന് ആന മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിൽ മണ്ണുണ്ടി കോളനി, അവിടെ ആ ഭാഗത്ത് ആനയുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു ഈ സിഗ്നലുകൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതേ തുടർന്നാണ് അവിടേക്ക് ഒരു പ്രത്യേക സംഘത്തെ അയക്കുകയും അവരോട് പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. ഈ മണ്ണുണ്ടി കോളനിയുടെ ഒരു ഭാഗമാണ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലവും. അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് ഈ കോളനിയിൽ സ്ഥലം തന്നെയാണ്. അതായത് ഏതാണ്ട് ആ സിഗ്നലിൽ പറഞ്ഞിരുന്ന വിവരങ്ങൾ ഏതാണ്ട് കൃത്യം തന്നെയായിരുന്നു. അത്തരത്തിൽ നേരത്തെ സിഗ്നലിൽ കണ്ടിരുന്ന സ്ഥലത്തിന് ഏതാണ്ട് അതിനടുത്ത് തന്നെയായിട്ടുള്ള വനമേഖലയിൽ ഇപ്പോൾ ഈ ആനയുണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷം പിന്നീട് അതിനെ നേരിട്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ലൊക്കേഷൻ കണ്ടെത്തുന്നു, അതിനുശേഷം ആനയിലേക്ക് എത്തുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഭാഗമായി 3 ടീമുകളെ ഇതിനായി പ്രത്യേകം വനം വകുപ്പ് നിയോഗിച്ചു. അവർ ഈ 4 കിലോമീറ്റർ പരിസരം വലിയ തോതിൽ ഈ പ്രദേശങ്ങൾ മുഴുവനായി അരിച്ചു പറക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലാണ് ആനയിലേക്ക് വനപാലകരുടെ പ്രത്യേക സംഘം എത്തിച്ചേരുന്നത്. ആനയെ കണ്ടെത്തുന്നു. ആനയെ കണ്ടെത്തുന്നതിന് പിന്നാലെ തന്നെ ആനയെ കൃത്യമായി ഫോളോ ചെയ്യുന്നു. അതിനുശേഷം പ്രത്യേക ദൗത്യ സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. വലിയൊരു സംഘം, നേരത്തെ അനീസ് അലി പറഞ്ഞതുപോലെ 5 DFOമാരടക്കം അടങ്ങുന്ന വലിയ ദൗത്യ സംഘം തന്നെയാണ് ഇപ്പോൾ കാടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. അതിൽ വെറ്റിനറി സർജന്മാരുടെ പ്രത്യേക ടീമുണ്ട്, ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ട്, അതുപോലെ മയക്കുവെടി വിദഗ്ധരുണ്ട്. അങ്ങനെ ഒരു വൻ സന്നാഹം തന്നെയാണ് ഇപ്പോൾ ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ആനയെ വെടിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അനുയോജ്യമായൊരു സാഹചര്യം മാത്രം കിട്ടുക എന്നതാണ് ഇനി മുന്നിലുള്ള കാര്യം. ഒരുപക്ഷെ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു സമയം അല്പസമയത്തിനുള്ളിൽ തന്നെ കിട്ടിയേക്കും, അല്ലെങ്കിൽ ഏത് സമയത്തും ആ മയക്കുവെടിയിലേക്ക് പോയേക്കാം എന്നൊരു അവസ്ഥയിലേക്കാണ് എന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മൈസൂർ മാനന്തവാടി റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇവിടെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നീണ്ട നിര വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഇവിടെ അത്തരത്തിൽ വലിയ തോതിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം പോലീസ് നൽകിയതാണ്. പക്ഷേ ആ വാഹനത്തിൽ വന്ന പല ആളുകളും അവിടെ പുറത്തിറങ്ങുന്നുണ്ട് എന്നൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ആനയെ ഏത് സമയത്തും വെടിവെക്കാം. അങ്ങനെ വെടിവെച്ചാൽ മുൻപുണ്ടായിരുന്ന ആനകളുടെ ഒരു സ്വഭാവമല്ല ഈ ആനയ്ക്കുണ്ടായിരുന്നത്. അത് കുറെ കൂടി ആക്രമണ സ്വഭാവമുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് അത് ഏത് ദിശയിലേക്ക് ഓടും, എന്ത് ചെയ്യും എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല.